കോട്ടയത്ത് പോലീസിന്റെ പരേഡ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പിണറായി വിജയനെ വീണ്ടും എയറിലാക്കിക്കൊണ്ട് പ്രതിഷേധക്കാരുടെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു കരിങ്കൊടി പ്രതിഷേധമെന്നോ അല്ലെങ്കിൽ കറുത്ത ബലൂൺ കൊണ്ടുള്ള പ്രതിഷേധമെന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിൽ അവരുടെ മുദ്രാവാക്യം ഇതാണ്: കള്ള കള്ള പിണറായി, കാട്ടുകള്ള പിണറായി, രാജിവെക്കൂ, പുറത്തു പോകും. അതായത് പിണറായി വിജയൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കോൺഗ്രസുകാർ, അതായത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനേക്കാളുപരി പോലീസുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഏറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റി നിർത്തിയത് എന്നാണ് പോലീസുകാരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പണിപ്പെട്ട് മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ കുറച്ചു നാൾ മുൻപായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രതിഷേധക്കാർക്കെതിരെ നമ്മൾ കണ്ടിരുന്നു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ച് തകർത്ത പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സ്വഭാവമൊക്കെ പോലീസുകാർ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി സർക്കാരിനോടുള്ള പോലീസുകാരുടെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോടുള്ള പോലീസുകാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം പ്രതിഷേധക്കാരെ സൗമ്യമായ രീതിയിൽ മാറ്റി നിർത്തിയത്. പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്. അതെ, മേത്ത് തല്ലി കിട്ടിയാൽ നമുക്കൊക്കെ വേദനിക്കും, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില വ്യക്തികൾക്ക് അധികാരത്തിന്റെ ഒരു സുഖത്തിലിരിക്കുമ്പോൾ, അത് മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന് പിന്നെ ഒരു കുറച്ച് അധികാരവും കുറച്ച് പണവും കുറച്ച് സുഖലോലുപതയൊക്കെ വരുമ്പോൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അഹങ്കാരം ഉണ്ടാവും. ഈ ഓട്ടോമാറ്റിക്കലി അഹങ്കാരം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, താൻ ഇങ്ങനെയൊക്കെയാണ്, തനിക്ക് ഇങ്ങനെയൊക്കെയാണ്, തൻ്റെ കൂടെ ഇന്നാരുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ചുറ്റും വലയമുണ്ട്, താൻ മറ്റേതോ നിങ്ങൾ പറയുമല്ലോ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അവിടെയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളവരാണ് ഈ ജനത്തെ തിരിച്ചറിയാത്ത. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ഈ ജാത്യ ഉള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വളർന്നു വന്ന നമ്മുടെ ഒരു സർക്കംസ്റ്റാൻസസ് നമ്മുടെ കൂടെ കാണും. ഇപ്പൊ അയ്യപ്പദാസ് എന്ന വ്യക്തി ഇവിടെ ഇരിക്കുമ്പോഴും ഹർഷയോട് സംസാരിക്കുമ്പോഴും ഇതിന് പുറത്തിറങ്ങി എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചതേ ഞാൻ പാടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോൾ അല്പം മുമ്പ് ഇരുന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു നമ്മുടെ സൗഹൃദത്തിന്റെ ഒരു ഇതിൽ. അത് ഞാൻ പഠിച്ച ഒരു പാഠമാണ്. എന്നിലുള്ളതേ ഞാൻ പറയുള്ളൂ, മറ്റൊരാളുടെ കടമെടുത്ത് ഞാൻ പറയില്ല. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് അദ്ദേഹം പാടി. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് താൻ ഇങ്ങനെ ഒരു രാജാവായിരിക്കുമ്പോൾ ഈ രാജാവായ തന്നെ പ്രതിഷേധിക്കാൻ ആരുണ്ടടാ ഇവിടെ എന്ന രീതിയിലാണ്. അത് എന്തുകൊണ്ടെന്നറിയോ ഹർഷ? നമ്മുടെ പിന്നെ കണ്ണൂർ നമ്മുടെ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ പണ്ടിയാല ഷാജിയേട്ടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നെ ചോദിച്ചിട്ടുണ്ട്, എടോ അയ്യപ്പദാസെ, ഈ പറയുന്ന വിദ്വാനുണ്ടല്ലോ, ഈ വിദ്വാൻ ഇവിടെ എത്ര സമരങ്ങളെ നയിച്ചിട്ടുണ്ടോ, എത്ര സമരങ്ങളെ നയിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഭാഷയല്ല, അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു ഇടതുചിന്തകന്റെ ഭാഷയാണ്. അദ്ദേഹം എത്ര സമരങ്ങളെ നയിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് എന്ത് സമരവീര്യമുണ്ടോ, അദ്ദേഹത്തിന് എന്ത് ജനങ്ങളെ അറിയാമുണ്ടോ, അദ്ദേഹം ചോദിക്കുന്ന ഭാഷ എങ്ങനെയാണ്. കാര്യം ഇവിടെ ഈ ആശാവർക്കർമാർ സമരം കിടന്നു. ഹർഷ, എൻ്റെ അമ്മയെ പോലെ എൻ്റെ പെങ്ങൾ, ഞാൻ അവിടെ തിരുവനന്തപുരത്ത് നാട്ടിൽ ഈ എറണാകുളത്ത് ജോലിയും കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ആ മനുഷ്യരെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. എന്നറിയാം, ആ സ്ത്രീകളെ. കാര്യം അവർക്ക് അത്ര ആ സമരരംഗം എന്ന് പറഞ്ഞാൽ ഹർഷ നമുക്ക് സഹിക്കില്ല. അപ്പൊ അവർ ഒരു അമ്മയുള്ള, ഒരു പെങ്ങളുള്ള, ഒരു മകളുള്ള ഒരു സാധാരണ മനുഷ്യൻ, ഒരു പുരുഷൻ ഒരിക്കലും ഇങ്ങനെ ആ പെണ്ണുങ്ങളോട് പെരുമാറില്ല. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു, അപ്പൊ അദ്ദേഹം മനുഷ്യനല്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അതിലേക്കാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിന് കറുത്ത തുണി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയമാണ്. കറുപ്പ് എന്ന കളറിനോട് അദ്ദേഹത്തിന് ഭയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഭയമാണ്. അതുകൊണ്ടാണ് ആ സമയത്താണ് കറുത്ത ബലൂണുകളും അദ്ദേഹം വരുന്ന ചടങ്ങിന് ഏതെങ്കിലും ഒരു 7 അയലത്ത് കറുത്ത ഒരു വസ്ത്രം ധരിച്ച ഒരു വ്യക്തി നടന്നുപോയാൽ അവരെ പോലും പ്രതിഷേധക്കാരനാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പോലീസ് സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ പോലീസുകാരെല്ലാവരും മാറിയിരിക്കുകയാണ്. അവർ കുറച്ച് കഷ്ടപ്പെട്ട് പ്രതിഷേധക്കാരെ മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ അവരുടെ യഥാസ്വഭാവം അവർ പുറത്തെടുത്തില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുന്നതിൽ ഇനി പോലീസുകാരുടെ പങ്കുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്കൊക്കെ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഭരണം. ഇതിൽ നിന്നൊരു മാറ്റം ഇനി യഥാർത്ഥത്തിൽ പറയേണ്ട പോയിന്റ് അവർ മടുത്തു എന്ന് മാത്രമല്ല, ഒരു സർക്കാരിന്റെ ഭരണത്തിനെതിരെ ആദ്യം പ്രതിഷേധം ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പം രണ്ടാമതൊരു ടേം കൂടെ ഇവർ ഭരിക്കാൻ വന്നു. ഈ രണ്ടാമതൊരു ടേം കൂടെ ഭരിക്കാൻ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സർക്കാരിനെ അടുത്ത് നിന്ന് അറിയുന്നത് പോലീസാണ്. സർക്കാരിനെതിരെ എതിർ ശബ്ദം ഉണ്ടാകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. ആദ്യത്തെ 5 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് നമ്മൾ കണ്ടു. ലോക്നാഥ് ബെഹ്റ എന്ന DGP, അതിനുശേഷം വന്ന DGP എന്ന് പറഞ്ഞാൽ ഒരു അജിത് കുമാർ എന്ന് പറയുന്ന ഒരു മഹാനെ, ഒരു ലോക ഫ്രോഡിനെ ഈ വേദിയിരുന്ന് പറഞ്ഞ് അയ്യപ്പദാസിനെ പൊക്കോട്ടെ. ഈ പറയുന്ന പിന്നെ ഒരു ലോക ഫ്രോഡ് എന്ന് തന്നെ പറയാം. ഈ നമ്മളെ ഈ മറ്റേ സരിത S നായരുടെ കേസില്ലേ, ആ കേസ് മുതൽ സ്വർണം കടത്തിയ കേസ് മുതൽ എല്ലാത്തിലും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പൊതിയുന്നതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പോലീസാണ് ഒരു ഭരണം നിശ്ചയിക്കുന്നത്. പോലീസ് വിചാരിക്കും ഈ ഭരണം നശിപ്പിക്കണോ വേണ്ടതെന്ന്. രണ്ടാമതൊരു ടേം കൂടെ ആയി, മടുത്തവർക്ക്
തീർച്ചയായിട്ടും ഇനിയൊരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭരണമാറ്റം വരുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം വന്ന് അതെ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഭരണമാറ്റം വരുമ്പോൾ നാളെ പുതിയ ഇപ്പോൾ യു ഡി എഫ് സർക്കാരാണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ അവർ പറയുന്നത് അനുസരിച്ച് ഒരു പക്ഷേ LDF സർക്കാരിൽ ഇന്നിപ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്ന പലരെയും അന്ന് തല്ലേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളത് പോലീസുകാർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ആരെയും വെറുപ്പിക്കാതെ പോകണം. പിണറായിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പ്രതിഷേധക്കാർക്കെതിരെ പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ പോലും പ്രതിഷേധക്കാരെ നോവിക്കാതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസുകാർ മാറി. അത് അവരുടെ ഗതികേടായിട്ട് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളത്. ഗതികേടൊന്നുമല്ല. കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കാവുന്ന പരമാവധി അദ്ദേഹം ചെയ്യിച്ചു അല്ലേ, അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. കാര്യം നമ്മൾ കണ്ടതല്ലേ ഇവിടെ എന്തെല്ലാം കോപ്രായാണ് കാണിച്ചാൽ. ഇവിടെ കറുപ്പ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഇതുണ്ട്, റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജനാധിപത്യ റൈറ്റ്. അതായത് ചൈനയിലല്ലേ ജീവിക്കുന്നത്, ചൈനയിലാണെങ്കിൽ പോട്ടെ നോക്കിയാം. ഈ ഭരണാധികാരിയെ നമ്മൾ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞ പ്രതിഷേധത്തിന്റെ ഏറ്റവും ഒരു ഇതായിട്ടുള്ള ഒരു സൂചകമാണത്. അവിടെ അത് കാണിക്കുമ്പോൾ ഇദ്ദേഹം ഇതാവുക എന്ന് പറഞ്ഞാൽ ഇനി ഇതായാൽ പോലീസ് വെറുതെ കൈയും കെട്ടി നിൽക്കത്തേ ഉള്ളൂ. കാര്യം അവരും മനുഷ്യരാണ്. അവർക്കും ഈ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ ഹർഷ പറഞ്ഞ പോലെ മാറി വരുന്ന ഭരണത്തിന് മുന്നിൽ അവർക്കും ജീവിക്കണ്ടേ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പിണറായിക്കെതിരെ ഇനി ആർക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നാലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്ര ഒരു കാര്യം നമുക്കൊരു റിവാർഡ് കൊടുക്കണം. എങ്ങനെയെന്നറിയോ, ആ നാട്ടുകാർക്ക് സ്ത്രീകൾ അടങ്ങിയ സമൂഹത്തിന് കള്ള പെരുങ്കള്ള എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം അവർ കാണിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നോക്കുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ തോന്നലാടോ, അദ്ദേഹത്തിനോട് ഇവിടെ ആർക്കും ഒരു ഭയവും ഇല്ല. അതായത് അദ്ദേഹത്തിന്റെ തോന്നല ഇത് ഊരിപ്പിടിച്ച വാളിനകത്തൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സഭയിൽ നിന്നിട്ട് സംസാരിച്ചല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ അദ്ദേഹത്തെ കുറിച്ചുള്ള രജനീകാന്ത് സിനിമയിലെ വേഷങ്ങൾ സ്വയം അഭിനയിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ഗട്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിക്കലും ഇത്ര അകമ്പടിയുള്ള വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു ചങ്കുറപ്പുണ്ട്. ആ ചങ്കുറപ്പ് മതി അയാൾക്ക് ജീവിക്കാൻ. ഇവിടെ കേവലം ഒരു പാർട്ടിയിലെ ഞാൻ വെല്ലുവിളിക്കുന്നു, കേവലം ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ, കേരളത്തിലുടനീളം 3000-ലധികം ബ്രാഞ്ചുണ്ട്, ആ ബ്രാഞ്ചിൽ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനുള്ള ചങ്കൂറ്റമുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾക്കെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിനുള്ള ചങ്കൂറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിയാണ് അദ്ദേഹം ഏറ്റെടുക്കേണ്ടത്. അതിനാണ് അദ്ദേഹം 25 പോലീസും ഹെലികോപ്റ്റർ പറഞ്ഞ ഒരു കാര്യം പറയണം. എത്രയോ രൂപ വാടക കൊടുത്താണ് ഈ ഹെലികോപ്റ്ററോട് ഇട്ടേക്കുന്നത് അല്ലേ? എത്രയോ രൂപയുടെ വാടക. എന്നിട്ട് ഹർഷ ഇതുകൂടെ നമുക്ക് പറയണം. ഹർഷ ഈ പറയുന്ന രീതിയിൽ നമ്മൾ മറ്റേ വയനാട് ചൂരൽമല ദുരന്തം, അവിടെ ഈ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ഇറങ്ങിയ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന്റെ പാദത്തിൽ, അദ്ദേഹത്തിന്റെ ഷൂസിൽ ചെളി പറ്റുമെന്ന് കരുതി അദ്ദേഹം ഇറങ്ങിയില്ല. അറിയോ? അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ഇദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴെ എത്രയോ ഘടകങ്ങൾക്ക് താഴെയുള്ള പാർട്ടി സഖാക്കൾക്ക് ആ പേടിയില്ല സാർ എന്ന് ഞാൻ പറയും.